നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം അലങ്കോലമാക്കിയത് ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ലെന്ന് സുരേഷ് ഗോപി. ഏഴാമത് ആറാട്ടുപുഴ ഹിന്ദു മഹാസമ്മേളനം ആറാട്ടുപുഴയിൽ തുടക്കമായി. പാലപ്പിള്ളി കുണ്ടായിയിൽ പുലി ഇറങ്ങി പശുക്കുട്ടിയെ കൊന്നു. ജില്ല ചുട്ടുപൊള്ളുന്നു, ഉഷ്ണതരംഗം, അതീവ ജാഗ്രത പാലിക്കണം. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം അലങ്കോലമാക്കിയത് ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ലെന്ന് സുരേഷ് ഗോപി. തൃശൂർ നെട്ടിശ്ശേരിയിലെ വസതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസിന് മുകളിൽ നിന്ന് നിർദ്ദേശം ലഭിക്കാതെ പൂരം തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ നടപടികൾ സ്വീകരിക്കില്ല. ഭരണ സംവിധാനത്തിന്മേൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന പ്രാദേശിക നേതാക്കൾ അടക്കമുള്ളവർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചായിരിക്കും പോലീസിന് മുകളിൽ നിന്നും നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ശിക്ഷ ലഭിക്കുമ്പോൾ കാക്കിയിട്ടവർക്ക് മാത്രമല്ല, ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയവർക്ക് കൂടിയാവണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഒരു കാക്കിയിട്ട ഉദ്യോഗസ്ഥനും മുകളിൽ നിന്ന് ഉത്തരവ് കിട്ടാതെ ഒരു നീക്കത്തിനും തയ്യാറാവില്ല. ഒരു കാക്കിയിട്ടയാളും, അത് DGP ആണെങ്കിൽ പോലും, വ്യക്തമായ ആഭ്യന്തര വകുപ്പിൻ്റെ അതുപോലെ തന്നെ തൃശ്ശൂരുമായി ആ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തൃശ്ശൂരിൻ്റെ പശ്ചാത്തലത്തിലും തൃശ്ശൂർ പൂരത്തിൻ്റെ പശ്ചാത്തലത്തിലും ഇവിടുത്തെ ലോക്കൽ ലീഡർഷിപ്പ് അടക്കമുള്ളവർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചുള്ള നിർദ്ദേശം ഗവൺമെൻറ് തലത്തിൽ വരുന്നത് മാത്രമേ കാക്കിയിട്ടവരായാലും ശരി തന്നെ, ഇപ്പോൾ ഞങ്ങളുടെ ഭരണാധികാരിയായാലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുന്നത് അങ്ങനെയുള്ള നിർദ്ദേശത്തിൻ്റെ. അപ്പോൾ പിന്നെ ശിക്ഷ ആർക്കാണ് എന്ന് ഞാൻ ചോദിക്കും. ആർക്കൊക്കെയാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ അതിനകത്ത് കമ്മീഷണറേയും വേണമെങ്കിൽ പെടുത്തിക്കൊള്ളൂ. പക്ഷേ അങ്ങനെ വെറുതെ കാക്കിയിട്ടവനെ മാത്രം ചൂണ്ടി ഇല്ലായ്മ ചെയ്യുന്നത് സമൂഹത്തിനിടയിൽ അവർ നിർദ്ദേശങ്ങളാണ് അനുസരിക്കുന്നത്. ആ നിർദ്ദേശം സിനിമയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ന്യായമായ കാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും നമുക്ക് നല്ല പരിചിതമാണ്. സമൂഹത്തിലുമുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ. ഏഴാമത് ആറാട്ടുപുഴ ഹിന്ദു മഹാസമ്മേളനം ആറാട്ടുപുഴയിൽ ആരംഭിച്ചു. സ്വാമി മൃഡാനന്ദ ശതാബ്ദി സ്മാരകമായി സനാതന ധർമ്മ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള സമ്മേളനം സമ്പോധ് ഫൗണ്ടേഷൻ കേരള അധ്യക്ഷൻ അധ്യാത്മാനന്ദ സരസ്വതി സ്വാമി ഉദ്ഘാടനം ചെയ്തു. സനാതനധർമ്മം ലോകമാസകലം വളർന്നുകൊണ്ടിരിക്കുകയും കോടാനുകൂടി ജനങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണിതെന്ന് സ്വാമി പറഞ്ഞു. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഭിനവ കുരുക്ഷേത്രത്തിൽ വരിഷ്ഠ ദർശനമായ ശ്രീകൃഷ്ണനാണ് നമ്മുടെ മാർഗദർശി. നമുക്ക് തത്വമസി എന്ന അവബോധത്തിലേക്ക് നങ്കൂരമിടാൻ അദ്ദേഹം ഉപദേശിച്ച കർമ്മകുശലതയ്ക്ക് സാധിക്കും, സ്വാമി കൂട്ടിച്ചേർത്തു. അവലോകനം ചെയ്യണം. അതിരിക്കട്ടെ, ഹൈന്ദവ ധർമ്മത്തിന്റെ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിന്റെ ദൂരക്കാഴ്ചയും ദാർശനികപരമായ ആഴവുമൊക്കെ ശ്രദ്ധേയമാവുന്നത്. ഇതൊക്കെ ചിട്ടയോടെ പഠിക്കാൻ നമുക്ക് സാവകാശം ഉണ്ടാവണം. ആറാട്ടുപുഴ ഹിന്ദുമത സമ്മേളനം ഓരോ വർഷവും നാം നിർവഹിക്കുന്നതോടൊപ്പം അനുബന്ധമായ സത്സംഗങ്ങളും മറ്റ് പരിപാടികളുമൊക്കെ നിർവഹിക്കുന്നതായിട്ട് അറിയുന്നു. സമാരാധ്യനായ പുരുഷോത്തമാനന്ദ സ്വാമിജിയുടെ ആ ഒരു തപസ്സും അനുഗ്രഹവും അത് സമാജത്തിന് നിശ്ചയമായും ഉചിതമായ മാർഗദർശനം നൽകുന്നുണ്ട്. രാവിലെ 6 മണിക്ക് ഗണപതി ഹോമത്തോടെ സമ്മേളന പരിപാടികൾ ആരംഭിച്ചു. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് C. സുധാകരൻ ധ്വജാരോഹണം നിർവഹിച്ചു. ചുറ്റുപുഴ അഭേദാനന്ദാശ്രമം അധ്യക്ഷൻ സ്വാമി വിശ്വേശ്വരാനന്ദ സരസ്വതി സമ്മേളനത്തിന് ദീപം തെളിയിച്ചു. തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ പൂത്തേഴുത്ത് രാമചന്ദ്രൻ അധ്യക്ഷനായി.
വിവേകാനന്ദ സേവാശ്രമം സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ, സനാതന ധർമ്മ പരിഷത്ത് കേന്ദ്ര സമിതി അംഗം തങ്കപ്പൻ വടാശ്ശേരി, സനാതന ധർമ്മ പരിഷത്ത് രക്ഷാധികാരി സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി, സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ഇനിയും ചൂട് ഉയരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസത്തേക്ക് 12 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. സാധാരണയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനാണ് സാധ്യത. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 41 ഡിഗ്രി വരെയും, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില 40 ഡിഗ്രി വരെയും, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി വരെയും, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ്, പത്തനംതിട്ട ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി വരെയും, തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്ന താപനില 36 വരെയും ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖല ഒഴികെ 2024 ഏപ്രിൽ 27 മുതൽ മെയ് 1 വരെ ചൂടും ഈർപ്പമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാകട്ടെ ഉഷ്ണതരംഗ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ ഏപ്രിൽ 27, 28 തീയതികളിലാണ് ഉഷ്ണതരംഗ സാധ്യതയുള്ളത്. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്ര ചൂട് രേഖപ്പെടുത്തിയതിൻ്റെയും അടുത്ത ദിവസങ്ങളിലും പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്ന പ്രവചനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണ്. പൊതുജനങ്ങളും ഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണം. സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാൻ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാവുന്ന അത്രയും ഗുരുതരമായ അവസ്ഥയാണ്. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നലിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. 2 കാറും 2 ലോറിയും ഒരു ടൂറിസ്റ്റ് ബസുമാണ് അപകടത്തിൽപ്പെട്ടത്. സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന ഫോർച്യൂണർ കാറിലും ലോറിയിലും നിയന്ത്രണം വിട്ട ടോറസ് ലോറി വന്നിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ മുൻപിൽ നിർത്തിയിട്ടിരുന്ന ടൂറിസ്റ്റ് ബസിൽ ഇടിച്ചു. ലോറി മുൻപിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിലും ഇടിച്ചു കയറി. കോട്ടയത്തു നിന്നും വിദ്യാഭ്യാസ ആവശ്യത്തിനായി ബാംഗ്ലൂരിലേക്ക് പോയിരുന്ന ഫോർച്യൂണർ കാറിലെ യാത്രികർക്ക് നിസ്സാര പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് 1 മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം ഭാഗികമായി സ്തംഭിച്ചു. പുതുക്കാട് നിന്നും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. പാലപ്പിള്ളി കുണ്ടായിയിൽ പുലി ഇറങ്ങി പശുക്കുട്ടിയെ കൊന്നു. തോട്ടം തൊഴിലാളിയായ കിളിയമണ്ണിൽ അലീമയുടെ പശുവാണ് ചത്തത്. കുണ്ടായി എസ്റ്റേറ്റിലെ പമ്പ് ഹൗസിന് സമീപത്താണ് പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപം പുലി ഇറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. കഴിഞ്ഞ മാസവും ഈ പ്രദേശത്ത് പുലി ഇറങ്ങി പശുവിനെ കൊന്നിരുന്നു. തിരഞ്ഞെടുപ്പിൽ തികഞ്ഞ വിജയപ്രതീക്ഷയെന്ന് സുരേഷ് ഗോപി. ക്രോസ് വോട്ടിംഗ് ആരോപണത്തിന് മറുപടി പറയുന്നില്ല. ശവക്കല്ലറിയിൽ നിന്ന് വന്ന് ആരും തൃശൂരിൽ വോട്ട് ചെയ്തിട്ടില്ല. നിയമപരമായി നടപടികൾ പൂർത്തിയാക്കിയവരാണ് വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളത്. പുതിയ വോട്ടേഴ്സിനെ പരമാവധി ചേർക്കാൻ കഴിഞ്ഞെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ പൂരം പോലീസ് നടപടി മുകളിൽ നിന്നുള്ള നിർദ്ദേശമല്ലാതെ നടക്കുമെന്ന് കരുതുന്നില്ലെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. അല്ല, അതൊന്നും നമ്മുടെ ഒരു വ്യാകുലതയാവാൻ പാടില്ല. ഞാൻ ഒരു തികഞ്ഞ ഈശ്വരവിശ്വാസിയായതുകൊണ്ട് ഇതിനെല്ലാം മേലെ ഒരു ഈശ്വരൻ്റെ ശക്തിയുണ്ട്. അത് കാക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ക്രോസ് വോട്ടിങ്ങിനെ സംബന്ധിച്ച് ജനങ്ങൾക്കും നല്ല ബോധം 2019 റിസൾട്ടിൽ നിന്ന് ഒരു പഠനം അവർക്കുമുണ്ടായി എന്ന് കരുതിക്കോളൂ. ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിനു സമീപത്തെ നഗരസഭയുടെ പ്ലാസ്റ്റിക് ശേഖരത്തിൽ വൻ അഗ്നിബാധ. ചാലക്കുടി, ഇരിങ്ങാലക്കുട, അങ്കമാലി, പുതുക്കാട് എന്നീ 4 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് തീ അണയ്ക്കുന്നതിനായി എത്തിയത്. ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപമുള്ള അഗ്നിശമന പ്ലാന്റ് പ്രവർത്തനരഹിതവും ആണ്. ഈ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ തീപിടുത്തം രൂക്ഷമാവാതിരിക്കാൻ സാധിക്കുമായിരുന്നു. നിലവിൽ ഇൻഡോർ സ്റ്റേഡിയം സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലാണ്. ഇത് നഗരസഭയ്ക്ക് വിട്ടു നൽകാത്തതും ജീവനക്കാരനെ നിയമിക്കാത്തതിനൊരു കാരണമാണ്. കയ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. അമല ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ കൊടിയേറ്റ് നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ വാഴപ്പള്ളി, കൺവീനർമാരായ നെൽസൺ ചലങ്ങര, റാഫേൽ വിധേയത്തിൽ, കൈക്കാരന്മാരായ ആന്റണി വിധേയത്തിൽ, മണി കുരുതുകുളം എന്നിവർ നേതൃത്വം നൽകി.
ദൈവത്തിന്റെ തിരുനാൾ നമ്മളെല്ലാവരും ഒന്നിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ്. നമുക്ക് സ്വർഗത്തിൽ ഒരു മധ്യസ്ഥനുണ്ട്, അത് വിശുദ്ധ യോസേപ്പിതാവ് നമ്മുടെ കുടുംബങ്ങളെ കാത്തു പരിപാലിക്കുന്നു. നമ്മൾ വെച്ച് നീട്ടുന്ന പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ നിന്ന് സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് നമ്മളിലേക്ക് വർഷിക്കപ്പെടുന്നു. തുടർന്നുള്ള എല്ലാ ദിവസവും വൈകിട്ട് 5 മണിക്ക് കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവ ഉണ്ടായിരിക്കും. തിരുനാൾ ദിനമായ മെയ് 5 രാവിലെ 9:30 പ്രസിദ്ധി വാഴ്ച 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ആൻഡോ പാണാടൻ മുഖ്യ കർമ്മത്വം വഹിക്കും. ഫാദർ പോൾ കള്ളിക്കാടൻ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ഊട്ടുവെഞ്ചിരിപ്പ് നടക്കും. വൈകിട്ട് 5 ലതീഞ്ഞൽ, പ്രദക്ഷിണം, തുടർന്ന് ബാൻഡ് മേളം, വർണ്ണമഴ എന്നിവ ഉണ്ടായിരിക്കും. വെങ്കടശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവീക്ഷേത്രത്തിലെ ദ്രൗപദി ദിനം മെയ് 9 വ്യാഴാഴ്ച നടക്കും. ദ്വാപര യുഗത്തിൽ ദ്രൗപദിക്ക് നെടുമംഗല്യത്തിനും ഭർതൃവിജയത്തിനും പാണ്ഡവഗിരി ദേവി വരമുരുളിയ ദിനമാണ് വൈശാഖ മാസത്തിലെ കാർത്തിക. പുരാണ ഇതിഹാസങ്ങളിൽ സീതാദേവിക്കോ രുക്മണി ദേവിക്കോ ലഭിക്കാത്ത നെടുമംഗല്യ സൗഭാഗ്യമാണ് പാണ്ഡവഗിരി ദേവി ദ്രൗപദിക്ക് നൽകിയത്. ഈ പുണ്യദിനത്തിന്റെ അനുസ്മരണാർത്ഥം ദേവിക്ക് പട്ടും താലിയും പുടവയും വാൽക്കണ്ണാടിയും അഷ്ടലക്ഷ്മി താമ്പൂലവും ഈ ദിവസം സമർപ്പിച്ച് അനുഗ്രഹം തേടുന്നു. അന്നേ ദിവസം സംപൂജ്യ സ്വാമി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ് അനുഗ്രഹിച്ചാരംഭിക്കുന്ന പട്ടും താലിയും പുടവയും വാൽക്കണ്ണാടിയും എഴുന്നള്ളിച്ചുകൊണ്ട് ദേവിയുടെ പഞ്ചലോഹ വിഗ്രഹത്തോടുകൂടി പാണ്ഡവഗിരി രഥഘോഷയാത്ര രാവിലെ 7 ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0487227702 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വല്ലച്ചിറ ചാത്തക്കുടം തട്ടിൽ കളപ്പുര ജോൺസൺ നിര്യാതനായി. 54 വയസ്സായിരുന്നു. സംസ്കാരം വല്ലച്ചിറ സെന്റ് തോമസ് പള്ളിയിൽ നടന്നു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6685 രൂപ, പവന് 53480 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പൂരം അലങ്കോലമാക്കിയത് ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ലെന്ന് സുരേഷ് ഗോപി. ഏഴാമത് ആറാട്ടുപുഴ ഹിന്ദു മഹാസമ്മേളനം ആറാട്ടുപുഴയിൽ തുടക്കമായി. പാലപ്പിള്ളി കുണ്ടായിയിൽ പുലി ഇറങ്ങി പശുക്കുട്ടിയെ കൊന്നു. ജില്ല ചുട്ടുപൊള്ളുന്നു, ഉഷ്ണതരംഗം, അതീവ ജാഗ്രത പാലിക്കണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.